വചനം വചനം ത്രിയേക ദൈവമം വചനം. ഒരു വിവാഹത്തിന് ശേഷം അന്നേ ദിവസം തന്നെ വധു വരനോട് പറഞ്ഞു, നിന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, നിന്നെ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നത്, അതുപോലെ നീയും എന്നെ മാത്രം സ്നേഹിക്കണം. ഇത് കേട്ട ഉടനെ ചെറുക്കൻ അവളോട് പറഞ്ഞു, എനിക്കതിന് സാധിക്കില്ല. എനിക്ക് അമ്മൂമ്മയുണ്ട്, പപ്പയുണ്ട്, അമ്മയുണ്ട്, ഒരു പെങ്ങളുണ്ട്. എനിക്കെല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. പക്ഷേ നീ എന്ത് ചോദിച്ചാലും നിനക്കത് ഞാൻ തരും. നീ എന്നോട് ആകാശത്ത് നിന്ന് നക്ഷത്രം പറിച്ചെടുത്ത് നിനക്ക് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ തരും. പക്ഷേ നീ ചോദിച്ചാൽ ഞാൻ 4 നക്ഷത്രങ്ങളെ പറിച്ചു കൊണ്ടുവരും. ഒന്ന് അമ്മൂമ്മയ്ക്ക്, ഒന്ന് പപ്പയ്ക്ക്, ഒന്ന് അമ്മയ്ക്ക്, ഒന്ന് എൻ്റെ പെങ്ങൾക്ക്. അപ്പോൾ അവൾ ചോദിച്ചു, അപ്പോൾ എനിക്കെവിടെ നക്ഷത്രം? അവൻ പറയുകയുണ്ടായി, നിനക്ക് കിട്ടാത്തത് കൊണ്ട് ആ 4 പേരും ആ 4 നക്ഷത്രങ്ങളും നിനക്ക് കൊണ്ടുവന്നു തരും. അവർ നിന്നെ എത്രയും അധികമായി സ്നേഹിക്കും. സ്നേഹമുള്ളവരെ, സ്നേഹം ഒറ്റയ്ക്ക് പിടിച്ചു വയ്ക്കപ്പെടേണ്ടതല്ല. നേരെ മറിച്ച് സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ സ്നേഹത്തിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തിൻ്റെ പേരാണ് ദൈവം. സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ സ്നേഹത്തിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തിൻ്റെ പേരാണ് ത്രിയേക ദൈവം, ട്രിനിറ്റി. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥന മംഗളങ്ങളും നിങ്ങൾക്ക് നേരുകയാണ്. രണ്ടാമതായിട്ട് ഈ ത്രിയേക ദൈവം നമ്മെ പഠിപ്പിക്കുക കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ് ഈ ദൈവം. ജ്ഞാനസ്നാനം പുത്രൻ സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറന്ന് പിതാവിൻ്റെ സ്വരമുണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരികയും ചെയ്യുന്നു. ഈ കൂട്ടായ്മയും ഐക്യമാണ് നമ്മുടെ ജീവിതത്തിലും സാധ്യമാകേണ്ടത്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിനിരിക്കുമ്പോൾ കോഴിക്കോട് അതിരൂപതയുടെ വികാരി ജനറൽ മോൺസൂർ ജെൻസൺ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി അവിടെ നിന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം പറയുകയുണ്ടായി. ഒരു വലിയ ഭീം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഇരുമ്പ് കമ്പികൾ ആവശ്യമാണ്, കല്ലും മണലും ആവശ്യമാണ്, സിമൻറ്റും ആവശ്യമാണ്. അത് ഒരുമിച്ച് ചേർന്ന് മാറുമ്പോൾ വലിയ ഭീമാകുന്നു. എന്നാൽ പിന്നീട് അതിനെ വേർതിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. വേർതിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നാം ശ്രമിക്കുമ്പോൾ ആ ഭീം ഇല്ലാതാകും. സ്നേഹമുള്ളവരെ, ഇതാണ് ത്രിയേക ദൈവത്തിൻ്റെ ഐക്യം. ഇതാണ് ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ. ആ ദൈവത്തെ പുത്രനായി മാത്രമോ പിതാവായ ദൈവമായി മാത്രമോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവായി മാത്രമോ നമുക്ക് വേർതിരിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കില്ല. ഈ 3 പേരും അടങ്ങുന്നതാണ് ത്രിയേക ദൈവത്തിൻ്റെ സത്വ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വിശ്വാസ ജീവിതത്തിൻ്റെ ഹൃദയമാണ് പരിശുദ്ധ ത്രിത്വം. വിശ്വാസ ജീവിതത്തിൻ്റെ ഹൃദയമാണ് പരിശുദ്ധ ത്രിത്വം. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ഹൃദയം, നമ്മുടെ ഹൃദയമാണ് ഈ ത്രിയേക ദൈവം. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, നീ ത്രിയേക ദൈവത്തെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കിയത് ദൈവത്തെ അല്ല. കാരണം നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന സത്യമാണ് ഈ പരിശുദ്ധ ത്രിത്വം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം നമുക്ക് ഈ വിശുദ്ധ രഹസ്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ ഹൃദയം കൊണ്ടാണ്
ഈ ദൈവത്തെ മനസ്സിലാക്കുന്നതും ഈ ദൈവത്തെ അടുത്തറിയുന്നതും ഈ ദൈവത്തെ നാം അനുഭവിക്കുകയും ചെയ്യുന്നത്. അവസാനമായിട്ട് വിശുദ്ധ സിറിൽ ഇങ്ങനെയാണ് ത്രിയേക ദൈവത്തെ ഉപമിക്കുക. ത്രിത്വത്തെ സൂര്യനായി താരതമ്യപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ സിറിൽ. പിതാവായ ദൈവം ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെയാണ്. പുത്രൻ അതിൽ നിന്ന് വരുന്ന പ്രകാശം പോലെയാണ്. പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് വരുന്ന ഊഷ്മളതയാണ്. അതായത് ഒരു ത്രിയേക ദൈവം എന്ന് പറയുന്നത് ഉദിച്ചു നിൽക്കുന്ന ഊഷ്മളത തരുന്ന ഒരു സൂര്യനെ പോലെ ആയിരിക്കുമെന്ന് വിശുദ്ധ സിറിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തിൽ ഈ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കാനും ചിന്തിക്കുവാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുക ത്രിയേക ദൈവത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൽ ജീവിക്കാൻ ഇന്നത്തെ തിരുനാൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.